BJP ചെയ്യുന്ന പോലെ ഒരു ചാക്കിട്ട് പിടുത്തം കോൺഗ്രസും ചെയ്യുകയാണെങ്കിൽ പല സംസ്ഥാനങ്ങളും അട്ടിമറിക്കപ്പെടും എന്ന വലിയ ഒരു സന്ദേശമാണ് രാഹുൽ ഗാന്ധി നൽകുന്നത്. മധ്യപ്രദേശിലും അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും രാജ്യസഭാ അട്ടിമറിയിലൂടെ BJP ജയിക്കാൻ വളഞ്ഞ വഴികൾ ഉപയോഗിക്കുന്നതിനെതിരെയുള്ള കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധം അഖിലേന്ത്യാ തലത്തിൽ നടക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ മീനാക്ഷി നടരാജനെ അയോഗ്യയാക്കിക്കൊണ്ട് മധ്യപ്രദേശിലെ 3 രാജ്യസഭാ സീറ്റുകളിലും BJP വിജയിച്ചു. അതിന് കാരണമായത് BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ ജ്ഞാനേഷ് കുമാർ നടത്തിയ വഴിവിട്ട നീക്കമാണ്. വാസ്തവത്തിൽ BJPക്ക് ഇത്തരത്തിലൊരു കൃത്രിമ നാടകം നടത്താൻ ഉള്ള എല്ലാ പ്രചോദനവും നൽകിയത് ജ്ഞാനേഷ് കുമാർ തന്നെയാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഉന്നത അധികാര കേന്ദ്രങ്ങളെല്ലാം BJPക്ക് വേണ്ടി കണ്ണടയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനം മുഴുവൻ. BJPയുടെ ഒരു വാർ റൂം പോലെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. കാരണം BJP സൈബർ പോരാളികളെ ഉപയോഗിച്ച് എങ്ങനെയാണോ വ്യാജ പ്രചരണം അഴിച്ചുവിട്ട് ഈ രാജ്യത്ത് മലീനസമാക്കാൻ ശ്രമിക്കുന്നത്, വിഷം തുപ്പുന്ന രീതിയിലുള്ള വർഗീയ പ്രചരണം നടത്തുന്നത്, അതുപോലെ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ വലിയ തോതിൽ പക്ഷപാത രാഷ്ട്രീയം കളിക്കുന്നത്. EVM എന്ന ഈ തട്ടിപ്പ് സംവിധാനം ഇന്ത്യയിൽ ഇല്ലാതായാൽ മാത്രമേ രാജ്യത്തെ ജനങ്ങൾക്ക് അഭിവൃദ്ധിയും പുരോഗമനവും ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്ന അവസ്ഥയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും അതുപോലെ മധ്യപ്രദേശിലും എല്ലാം തിരിച്ചു വരാൻ കഴിയുന്ന സാഹചര്യമാണ്. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിയാവർത്തനം ഉണ്ടാകാൻ 2028 കഴിയും എന്ന പ്രത്യാശ കോൺഗ്രസ് പറയുന്നത് വെറുതെയല്ല. ഒട്ടനവധി കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടിയതിനു ശേഷം തന്നെയാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. 2028 ആകുമ്പോഴേക്കും ഈ രാജ്യത്ത് സംസ്ഥാനങ്ങളും കോൺഗ്രസിലേക്ക് എത്തുമെന്നും BJPയുടെ കാവിക്കോട്ടകളെല്ലാം തകർന്നടിയുമെന്നും EVM സംവിധാനം എല്ലാ കാലത്തും BJPയെ സഹായിക്കുമെന്ന് വിചാരിക്കുക വേണ്ട എന്നും രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ പറയുന്നത്? ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് കൂടി കൈ ഉയർത്തേണ്ട സാഹചര്യത്തിൽ ആ പാനലിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയി മോദി വിശ്വസ്തനായ അമിത്ഷായെയും കൂട്ടി രാത്രിയാണ് ജ്ഞാനേഷ് കുമാറിനെ ഇലക്ഷൻ കമ്മീഷൻ അധ്യക്ഷനാക്കിയത്. ഇത് എല്ലാ ചട്ടങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള ഭരണഘടനാ ലംഘനമാണ് നടത്തിയത് എന്നുള്ളത് അന്നു മുതൽ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. നോക്കൂ, 2 കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി സ്പഷ്ടതയോടെ കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, BJP ഇങ്ങനെ രാജ്യസഭാ സീറ്റുകൾ വളഞ്ഞ വഴിയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ള ശ്രമം, അതിന് മറുപടി കൊടുക്കുക കോൺഗ്രസ് ജനങ്ങളെ അണിനിരത്തി തന്നെയായിരിക്കും. മാത്രമല്ല, കോൺഗ്രസിന് അട്ടിമറിയുടെ സാഹചര്യങ്ങളുണ്ട്. ട്രബിൾ ഷൂട്ടിംഗ് എങ്ങനെയാണ് എന്നുള്ളത് കോൺഗ്രസും പഠിപ്പിച്ചു തരാമെന്നും പറഞ്ഞിരിക്കുന്നു.